ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വടക്കുവശത്ത് പുഴയാണല്ലോ. അപ്പോൾ പുഴയുടെ അവിടെ ഇതാ കാഴ്ചകൾ ഒരു സംഭവം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു സൈഡിൽ പുഴയും ഒരു സൈഡിൽ പുഴയിൽ നിന്നുള്ള ഒരു തോടുവാന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ പുഴയിൽ കൂടെ താറാവിനെയും കൊണ്ട്, അതായത് കൊയ്ത്ത് കഴിഞ്ഞ പാടത്തേക്ക് താറാവിനെയും കൊണ്ട് പോകുന്ന ആ കാഴ്ചയാണിപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ആ കാഴ്ചയാണിപ്പോൾ നമ്മൾ കണ്ടത്. കാരണം താറാവിനെയും കൊണ്ട് ഇങ്ങനെ ഇപ്പം തീറ്റ, അതായത് പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് കിടക്കുന്ന നെല്ല് അതൊക്കെ തീറ്റിക്കാൻ വേണ്ടി പുഴയിൽ കൂടി താറാവിനെയും കൊണ്ടൊക്കെ താറാവ് വളർത്തുകാർ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പം ഞാൻ ആദ്യമേ ആ വീഡിയോയിൽ കാണിച്ചത്. ഇപ്പം നമ്മൾ ലൈവിന്റെ തുടക്കത്തിൽ അതാണ് കാണിച്ചത്. അത് പെട്ടെന്ന് എടുത്താണ്, അപ്രതീക്ഷിതമായി കിട്ടിയതാണ്, അല്ലാതെ നമ്മൾ കരുതിക്കൂട്ടിയൊന്നും എടുത്തതല്ല. നമ്മുടെ വീടിന്റെ വാതൊക്കെ ഇങ്ങനെ നിന്നപ്പോൾ പറമ്പിൽ പണിയുണ്ട്, കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് പുഴയിൽ കൂടെ താറാവിനെയും കൊണ്ട് പോകുന്ന കണ്ടപ്പോൾ വീഡിയോ ഒന്ന് എടുത്ത് കളയാമെന്ന് കരുതി അങ്ങനെ എടുത്താണ്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത്. അത് കുട്ടനാടിൻ്റെ ഒരു വലിയ കാര്യമാണ്. നമ്മൾ കള്ളിഷാപ്പിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ കുട്ടനാടൻ താറാവിനെയാണ് നമുക്ക് കറിയൊക്കെ വെച്ച് നല്ല നാടൻ താറാവ് കറിയൊക്കെ ആയിട്ട് നമുക്ക് തരുന്നത്. അത് ഇവിടെ വളർത്തുന്ന, വെള്ളത്തിൽ വളരുന്ന ഇവിടുത്തെ കുട്ടനാടൻ, അതുകൊണ്ടാണ് കുട്ടനാടൻ താറാവിനെ ഈ വെള്ളത്തിൽ കിടന്ന് വളരുന്ന താറാവായതുകൊണ്ടാണ്, വെള്ളത്തിലും കരയിലും ഒക്കെ കിടന്ന് ഒന്നിച്ച് വളരുന്ന അങ്ങനത്തെ താറാവായതുകൊണ്ടാണ് കുട്ടനാടൻ താറാവിന് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ. കരപ്രദേശത്ത് മാത്രം വളർത്തുന്ന താറാവിന് ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതായത് ഒരു ടേസ്റ്റ്, അങ്ങനത്തെ കൃത്യമായ ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷെ കുട്ടനാടൻ താറാവിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് പുഴയിലും വെള്ളത്തിലൊക്കെ കിടന്ന് വളർന്ന, അതുപോലെ കരയിലും ഒക്കെ അങ്ങനെ സമ്മിശ്രിതമായിട്ട് വളർന്നു വരുന്ന താറാവാണ്. പിന്നെ നല്ല കുട്ടനാടൻ കായലിലാണ് ഇത് കൂടുതൽ കിടക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ കള്ളി ഷാപ്പുകളിലും ഒക്കെ, നമുക്ക് ഹോട്ടലുകളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിദേശികളും ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കഴിക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മളുടെ പറമ്പിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാനിങ്ങനെ കൂനയൊക്കെ പിടിച്ചിട്ട്, ഈ കൂനയിൽ ഞാൻ ഇങ്ങനെ ഇതുപോലെ ഇത് ബഡ് ചെയ്ത പ്ലാവുകളൊക്കെ കേട്ടോ. അത് മാവ് കണ്ടോ, ഇതൊക്കെ മാവാണേ. അങ്ങനെ പിന്നെ മാവുണ്ട്, പ്ലാവുണ്ട്, സപ്പോട്ടയുണ്ട്, പേരയുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിടിച്ച് കിട്ടിയാൽ നല്ലതായിരിക്കും. കാരണം കുട്ടനാട്ടിൽ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വെച്ചിട്ട് അതെല്ലാം വെള്ളം കയറിയിട്ട് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ നമ്മൾ ഈ കൂനയൊക്കെ പിടിച്ചിട്ട്, വലിയ കൂനയൊക്കെ പിടിച്ചിട്ട് കൂനയിലൊക്കെ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ പറമ്പിൽ ഞാനിങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വെക്കാവുന്ന കണ്ടാണ്, മരങ്ങളൊക്കെ ഇതുപോലുള്ള ചെടികളൊക്കെ. അപ്പോൾ അതിൻ്റെ പണിയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ചട്ടിയിലൊക്കെ ഞാൻ കുറേ ഇങ്ങനെ
മേടിച്ചിട്ട് ഇതുപോലെ ചട്ടിയിലൊക്കെ നിറച്ച് ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ ചട്ടിയൊക്കെ മേടിച്ചിട്ട് ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ട് ചട്ടിയിലും ഒക്കെ ആയിട്ട് ഇതുപോലുള്ള കുറേ ചെടികളൊക്കെ ഇങ്ങനെ മേടിച്ച് വളർത്തുന്നുണ്ട്. അതിനുവേണ്ടി മേടിച്ചാണ് മണ്ണൊക്കെ ഇട്ട് നിറച്ച്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചട്ടി നിറയ്ക്കും കേട്ടോ. ചട്ടി നിറച്ചിട്ട് ഇതിപ്പോൾ ഞാൻ ഒരു സംഭവം കാണിച്ചേക്കാം. ഇത് കണ്ടോ ഇതുപോലെ കൂന പിടിക്കും കേട്ടോ. കൂന പിടിച്ചിട്ട് ഈ കൂനയിലാണ് ഈ പറഞ്ഞ നമ്മൾ ഇതുപോലെ ചെടി ഇത് കണ്ടോ മാവൊക്കെ ഇതുപോലെ പ്ലാവ്, അതുപോലെ റംബുട്ടാൻ, അതുപോലെ തന്നെ മാതള നാരങ്ങ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ ഇങ്ങനെ അതിനാണ് നമ്മൾ ഇങ്ങനെ പിടിപ്പിക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ മണ്ണ് ഇതുപോലെ വെട്ടിക്കൊണ്ട് പോയിട്ട് ഇതുപോലെ കൂന കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മണ്ണൊക്കെ കണ്ടില്ലേ, ഇതുപോലെ വണ്ടിക്കകത്ത് കൊണ്ടുപോയിട്ട് പിന്നെ മുറ്റത്ത് പണി നടക്കുന്നു. മണ്ണൊക്കെ നിരത്തിയിട്ട് മെറ്റലും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ ഇടുകയാണ് കണ്ടോ. പിന്നെ പെയിന്റിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കാരണം വീടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തേക്കാം എന്ന് കരുതിയിട്ടാണ്. അപ്പം അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം. കാരണം ഇതിൻ്റെ പെയിന്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് വർക്ക് കൂടെ ഒക്കെ തീരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ ആയിട്ട് ലൈവൊക്കെ ആയിട്ട് വരാം. അപ്പം ഇതൊക്കെ നമ്മുടെ വീട്ടിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ വീടൊക്കെ ഒത്തിരി നാളായിട്ട് ഇച്ചിരി പഴയ വീടാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ 1970 കാലഘട്ടത്തിലെ വീടാണ്. ഒരുപാട് പഴയ വീടാണ് കേട്ടോ. അപ്പോൾ ചെറിയ വീടാണ് കേട്ടോ, ഒരുപാട് പഴയ വീടാണ്. അപ്പോൾ ആ വീടൊക്കെ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ വലിയ വീടൊന്നും അല്ല കേട്ടോ, ചെറിയ വീടാണ്. അത് മെയിൻ്റെനൻസ് ചെയ്ത് റിപ്പയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുതിയ വീടൊന്നും അല്ല. അത് ഒന്ന് പെയിന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഒരുപാട് നാളത്തെ നമ്മൾ ചെയ്യണമെന്നൊക്കെ കരുതിയിരുന്നതാണ്. അപ്പോൾ അതിങ്ങനെ വെള്ളപ്പൊക്കമൊക്കെ കാരണം ഞാനിങ്ങനെ മടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഈ ചെടികളൊക്കെ ആണെങ്കിലും വെക്കാൻ മടിയുടെ കാരണം ഇത് തന്നെയാണ്. കാരണം വെച്ച് പിടിച്ച് വരുമ്പം അത് വെള്ളം വന്നതെല്ലാം നശിച്ചു പോകുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇത് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞ ഒരു പേരയാട്ടോ, ഒരു പേരമരമാണ്. ഇത് കണ്ടോ, ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരയാട്ടോ. ഇത് കണ്ടോ, ഇതിന്റെ കളർ കാണുന്നുണ്ടോ? ഇത് പേരയാന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പറയില്ല കേട്ടോ, കാരണം അങ്ങനെയാ. പിന്നെ ഇത് എന്താണെന്നറിയില്ല, ആവി പിടിക്കാനൊക്കെ നല്ലതാന്ന് പറയും. നല്ല സ്മെല്ലാണ് ഇതിന്റെ. ഒരു ഇല പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ ആവി കൊണ്ടു കഴിഞ്ഞാൽ നല്ല സ്മെല്ലാന്നൊക്കെ പറയുന്നു. പിന്നെ ഇത് ചെടിച്ചട്ടി ഒക്കെ ഞാൻ ചെടികളും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന പച്ചക്കറിയാണ്, മുളക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പയറൊക്കെ അങ്ങനെ ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചെടിച്ചട്ടിയിൽ നിൽക്കുന്നത് അങ്ങ് കാണുന്നതൊക്കെ കണ്ടോ, ചെടിച്ചട്ടിയിലൊക്കെ ഇരിക്കുന്ന കുരുമുളക് കേട്ടോ. കുരുമുളകൊക്കെ നമ്മൾ ഇങ്ങനെ കാണാമോ, അതൊക്കെ കുരുമുളക് ഇങ്ങനെ കുറേ ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിടിച്ചു വരട്ടെ. പിന്നെ ഇത് മെറ്റൽ ഞാൻ ഇറക്കിയിട്ടിരിക്കുന്ന വീടിൻ്റെ മുറ്റത്തേക്ക് ഇറക്കാനാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഇത് ഇട്ടിട്ട് നെറ്റ് ഇട്ടിട്ട് നെറ്റിൻ്റെ മുകളിൽ ഇതുപോലെ 3/4 ഇഞ്ചിൻ്റെ മെറ്റലാണ്. അതാകുമ്പോൾ താഴത്തില്ല, നല്ല ഉറപ്പൊക്കെ കിട്ടും. അപ്പം പറമ്പിലെ പണിയും മുറ്റത്തെ പണിയും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ പെയിന്റിങ് ഒക്കെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പഴയ വീട് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, അതൊക്കെ പെയിന്റ് ചെയ്യാത്ത കിടന്നതാണ്. ഇതിപ്പം പെയിന്റിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി അത് പൂർത്തീകരിക്കണം. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. എൻ്റെ ഈ പണികളൊക്കെ ഒന്ന് പൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ വരാം. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മളുടെ കൂടെ നിൽക്കുക, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.